ഒരു വെഡ്ഡിംഗ് തീം ഇല്ലാതെ വെഡ്ഡിങ്ങിന് എപ്പോഴും ഒരു പൂർണ്ണത ഉണ്ടാവാറില്ല. ഫ്ലോറൽ ഡിസൈൻ നമ്മുടെ സ്റ്റേജുമായിട്ട് മാച്ച് ആകത്തില്ല. കപ്പിൾ ഇടുന്ന ഡ്രസ്സ് ആണെങ്കിലും അതും സ്റ്റേജുമായിട്ട് ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെഡ്ഡിംഗ് തീം ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇവന്റിന്റെ ഒരു പേഴ്സണാലിറ്റി തന്നെ ലാക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിംഗ് തീമിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ ഒരു വെഡ്ഡിംഗ് തീം സെലക്ട് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പുകളെ പറ്റി കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരു തീം വെഡ്ഡിംഗ് ഇവന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വോ ഫാക്ടർ ഫീൽ ചെയ്യും. കാരണം ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ ഒരു കളർ പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആംബിയൻസ് ഒക്കെ അത് എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഇപ്പൊ ഗസ്റ്റിനാണെങ്കിൽ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഇമേജസും കാര്യങ്ങളും കിട്ടാൻ സാധ്യത കൂടുതൽ എപ്പോഴും ഒരു തീംഡ് വെഡ്ഡിങ്ങിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഡെക്കോറും എല്ലാം നമുക്കൊന്ന് മെർജ് ചെയ്ത് അതിന്റെ ആ ഒരു ആംബിയൻസ് നമുക്ക് കിഡിലായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നാളെ നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോഴും നമുക്ക് ഇച്ചിരി അടിപൊളിയായിരിക്കും. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പം നമുക്ക് ഒരു സീംലെസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇവന്റിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ചെയ്യും. പക്ഷെ നമുക്കിപ്പം ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ ആ ഒരു ഇവന്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഫ്ലോയിനെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യും. 3 സ്റ്റെപ്പിൽ നമുക്കൊരു വെഡ്ഡിംഗ് തീമിനെ ഡിസൈൻ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് യുവർ ലവ് സ്റ്റോറി. എപ്പോഴും നമ്മുടെ ആ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ ആ ഉദ്ദേശിക്കുന്ന കഥയുടെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം നമ്മുടെ ആ ഒരു ഡിസൈൻ തീം എന്ന് പറയുന്നത്. അപ്പം ഇത് എപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുക. എല്ലാവർക്കും ഒരു ഡിസൈൻ തീം വർക്ക് ആവത്തില്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ നമ്മളിങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഓരോ പേഴ്സണാലിറ്റീസിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള തീമുകളായിരിക്കും വർക്ക് ആവുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഓരോരുത്തർക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നമ്മളൊരു വെഡ്ഡിംഗ് തീമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ശരി അടിപൊളിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 C's ആണ്. 1 കൾച്ചറൽ ഇൻഫ്ലുവൻസ്, 2 കോൺസെപ്റ്റ്, 3 കളർ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000-ന് മുകളിൽ ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സിഖിസം, ബുദ്ധിസം, ജാനിസം. ഇനി ഇവർക്ക് തന്നെ പല സെക്ഷനും അതിൽ തന്നെ പല സബ്സെക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാത്തിനും ഓരോരോ ട്രഡീഷനും ഓരോ ഫുഡും ഓരോ ക്ലോത്തിങ്ങും ഓരോ ഫെസ്റ്റിവലും പല കസ്റ്റംസും ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ ഇമോഷൻസുമായിട്ട് ഈ പറയുന്ന ട്രഡീഷണൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ ആ ഒരു വെഡ്ഡിങ് തീം സെലക്ട് ചെയ്യാൻ. ഈ ഫാക്ടേഴ്സൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതൊരിക്കലും ഓഡിയൻസിന് മറക്കാൻ പറ്റാത്ത ആ ഒരു ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളൊന്നും അവർക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇവന്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോർ ഐഡിയ ആണ്. ലൈക്ക് എല്ലാ എലമെന്റും ഒരു ഇവന്റിന്റെ എല്ലാ എലമെന്റും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കോർ ഐഡിയ ആണ്. ഡെക്കോർ, എന്റർടൈൻമെന്റ്, ഈ ഗസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാത്തിനും ഒരു പ്രത്യേക ഐഡന്റിറ്റി, മൂഡ് അല്ലെങ്കിൽ ഒരു പർപ്പസ് കൊടുക്കാൻ ഒരു പ്രോപ്പർ കോൺസെപ്റ്റിന് പറ്റും. നമുക്ക് മൊത്തത്തിലൊരു ഇവന്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ 4 രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഫോർമൽ, രണ്ടാമത്തത് കാഷ്വൽ, മൂന്നാമത്തെ ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു പരിപാടി, നാലാമതെന്ന് പറയുന്ന ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ്. ഈ 4 കാര്യങ്ങൾ മാത്രമേ നമുക്കൊരു കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റൂ ഒരു വെഡ്ഡിങ് ഇവന്റിന്റെ. നമ്മളെപ്പോഴും ഈ വെന്യൂ ചൂസ് ചെയ്യുന്നതും ഈ പറയുന്ന ഡെക്കോർ, ലൈറ്റിംഗ്, എന്റർടൈൻമെന്റ്, ഫുഡ്, ഇൻവിറ്റേഷൻ, ഡ്രസ് കോഡ് എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന കോൺസെപ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. ഇനി ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾ എന്തൊരു ഐഡിയ ആണ് നമ്മുടെ മാരേജ് കൊണ്ട് നമ്മുടെ വരുന്ന ഗസ്റ്റിന് നമ്മൾ എന്തൊരു ഐഡിയ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കണം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മുടെ ഗസ്റ്റിന്റെ എക്സ്പീരിയൻസ് അവരെങ്ങനെ തിരിച്ചറിയണം, നമ്മൾ എന്തായിട്ടാണ് അവർ നമ്മളെ കാണേണ്ടത് എന്നൊക്കെ നമ്മുടെ കോൺസെപ്റ്റിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ സി എന്ന് പറയുന്ന കളറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ ഇരുന്ന് പ്ലാൻ ചെയ്ത ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണെങ്കിലും നമ്മുടെ കോൺസെപ്റ്റ് എന്താണെങ്കിലും നമ്മൾ ഓഡിയൻസിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ കളർ സെലക്ഷനിലൂടെ ആയിരിക്കും. നമ്മളെ ഇവന്റിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വാമായിട്ടുള്ള ടോൺസ് ആണോ, കൂൾ ടോൺസ് ആണോ, ഡാർക്ക് ഷെയ്ഡ് ആണോ, ചില ആളുകൾ പേസ്റ്റൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ ഓരോ കളറിനും ഓരോ ഇമ്പാക്റ്റും ഓരോ മൂഡ് അല്ലെങ്കിൽ ഇമോഷൻ ആയിരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കളർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിലൊരു ഫോട്ടോ ഞങ്ങൾ വെക്കുന്നുണ്ട്. ആ ഫോട്ടോനകത്ത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോൺ എന്താ ഒന്ന് സ്ക്രീൻ പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് കളർ അല്ലെങ്കിൽ
എന്ത് ഇമ്പാക്റ്റ് കളറിന് നമ്മുടെ ഇവന്റിന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഒരു 2-3 കളർ മാത്രമേ നമ്മൾ ആ ഒരു തീമിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വൃത്തികേടായിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ സംസാരിച്ച എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സക്സസിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വൺസ് നമ്മളൊരു തീമിലേക്ക് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം മ്യൂസിക് ആണെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുഡ് കൊടുക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം ആ ഒരു അലൈൻമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി അടിപൊളിയായിരിക്കും. നമ്മൾ ഈ വീഡിയോകളൊന്നും ഇനി നിർത്താൻ പോകുന്നില്ല. നമ്മൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളും ഇതിനൊപ്പം ഈ വീഡിയോസ് എടുക്കുന്ന കണ്ടന്റ് ആണെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈവൻ സ്പേസിൽ നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഒന്നും ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അപ്പം ഈ ഒരു ജേർണിയിൽ നമ്മളോട് ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം പോരുക. താങ്ക് യു. സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. അജിൻ ചന്ദ്രൻ. ഇത് മതി ബ്രോ. ഇതിനപ്പോ പാക്കപ്പ് ചെയ്യാവോ? ഷുവർ ആണോ? ഒരു സൈനിങ് ഓഫ് കൊടുക്ക്.